പുൽത്തിങ്കൾ കല പൊട്ടു തൊട്ട ഹിമകിൽ ശൈലാഗ്ര ശൃംഗത്തിൽ. ഒന്ന് നിർത്താവോടാ. എന്തമ്മ? ഒന്നാമത് ഇവിടെ ക്ഷമയുടെ നെല്ലിപ്പിളവ് ചവിട്ടിയാ ഞാൻ ഇവിടെ നിൽക്കണേ, ഈ അടുക്കള പണിയൊക്കെ ചെയ്യണേ. അതിനോടൊക്കെ നിന്റെ ഒരു പാട്ട്. അല്ല സോറി അമ്മ, ഞാൻ ഓർത്തില്ല. എന്നാലും അമ്മ എന്നെ ഇങ്ങനെ തരണ്ടായത്തരുത് കേട്ടോ, മോശമാണത്. എടാ നിനക്ക് എടുത്താ പോകുന്ന പാട്ട് പാടിക്കൂടെ? ഒന്നാമത് ഇത് എന്ത് നന്നായി പാടേണ്ട പാട്ടാന്നറിയാമോ? പൊൻതിങ്കൾ കല പൊട്ടു തൊട്ട ഇങ്ങനെ പോകും അത് കേറി. നിനക്ക് പറ്റുന്നത് പാടിയാ പോരെ? നോക്കിക്കോ, അമ്മയോട് ഞാൻ മിണ്ടൂല. മിണ്ടിലേലും കുഴപ്പമില്ല, നീ പാട്ട് പാടരുത് കേശു പ്ലീസ്. നിനക്കിവിടെ എവിടെയെല്ലാം നിന്ന് പാടാം. ആ റോഡിൽ നിന്ന് പാടാം, ആ ഹാളിൽ നിന്ന് പാടാം, പുറത്തുനിന്ന് പാടാം, ബാത്റൂമിൽ നിന്ന് പാടാമല്ലോ സമാധാനമായിട്ട്. അത് ചെയ്തൂടെ? ഈ ആള് കൂടുന്ന അടുക്കളയിൽ തന്നെ ഇന്ന് പാടണോ? അമ്മ, ഒരു മനുഷ്യനെ അപമാനിക്കുന്ന എനിക്കൊരു പരിധിയുണ്ട് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ധാർമ്മികപരമായും നിയമപരമായും തെറ്റാണ്. പാട്ടിന്റെ കൂടെ നിന്റെ സാരോപദേശം ഒന്ന് നിർത്താവോ കേശു? ഇല്ല, നിർത്തി. ഇനി ഈ കണ്ടത്തിൽ നിന്ന് അമ്മ രാഗലയങ്ങൾ കേൾക്കാനേ പോകുന്നില്ല. മകനെ കുമാര, പാടൂ പാടൂ എന്ന് പറഞ്ഞാൽ പോലും ഈ കേശവ് ബാലേന്ദ്രൻ തമ്പി ഇനി പാടാൻ പോണില്ല. ഇത് ഈ ഭോജനശാലമേൽ സത്യം സത്യം സത്യം. അച്ഛന് വട്ടുണ്ടെന്നറിയാം, മകനും വട്ടുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. അല്ല, അച്ഛന് വട്ടുണ്ടെന്ന് അറിയാം, നിനക്ക് വട്ടുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. ആറിങ്ങോട്ട് ലച്ചുവാ. ഇത് ഇവിടെ എന്റെ പാട്ടിന്റെ ഇതിൽ താളം തെറ്റിരിക്കണം, അതുകൊണ്ട് ചോദിച്ചു ചെയ്താ. അവള് രാവിലെ ഇറങ്ങിയതാ. രാവിലെ ഇറങ്ങിയെങ്കിൽ ഇവിടെ എത്ര മണിക്ക് എത്ര വരുന്നത്? ഇപ്പൊ മണി 11. 11? എത്ര മണിക്ക് ഇറങ്ങിയത്? 7:30. അപ്പൊ ഇവിടെ എത്ര മണിക്ക് എത്തേണ്ടത്? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. 8 കൂടി പോയ 9 മണി അല്ലേ? ഇത്ര സമയത്ത് എത്തിയാ അവള്? അല്ല, അതിന് 11 ആയിട്ടില്ല, 10:58 ആയിട്ടുള്ളു. തന്നെ? അതിന് 10 മണിക്കൂടെ കഴിയൂടി 11 മണിയാവാൻ. വരട്ട്, ഫോൺ പിടിച്ചെടുക്കാൻ എന്താ? അത് ചിലപ്പോ ചേച്ചി സൈലന്റ് വല്ല ഇട്ട് കാണും. സൈലന്റിൽ ഇട്ടോന്ന്? എടാ ഇങ്ങോട്ട് വരാൻ നമുക്കറിയാം. അപ്പൊ നമ്മൾ വിളിച്ചത് അറിയൂടാ, പിന്നെ നമ്മൾ സൈലന്റ് ഇട്ടത്. അച്ഛൻ ഓർക്കാതെ സൈലന്റ് ആക്കി ബാഗിനകത്ത് ഇട്ട് കാണും, പിന്നെ എങ്ങനെ കാണും? എടാ കുഴിപ്പള്ളത്തുകാരെങ്ങാനും ഇങ്ങോട്ട് വിളിച്ച് അവൾ എത്തിയാന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? എത്തിയില്ലെന്ന് പറയും. നല്ല തള്ള. ഇനി വരട്ടെ, 2 കൊടുക്കണം എനിക്ക് നോക്കി. അച്ഛനല്ല ചേച്ചി ചുമ്മാ അടിക്കാണ്ട് നിൽക്കില്ല കേട്ടോ, ഭയങ്കര മോശമാണത്. അവളെന്റെ മോളാണ്, തെറ്റിയെന്നാ ഞാൻ അടിക്കും. അതിന് ഏത് കോടതി ശിക്ഷിച്ചാലും ശരി തന്നെ. കോടതിയാ? നിങ്ങൾ എന്തിനാ കോടതി കയറാൻ പോണേ? ഇപ്പോൾ ആവശ്യമില്ല കൈ വെച്ച് കഴിഞ്ഞാൽ കോടതി ചെന്ന് കംപ്ലൈന്റ് പറയും, എന്നെ പിടിച്ചകത്തോണ്ട് പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ബാലെ, അവള് നേഴ്സറി പഠിക്കണ കുട്ടിയൊന്നുമല്ലോ, അവൾ ഇങ്ങോട്ട് എത്തിക്കോളൂ. വെറുതെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ കയറ്റണേ? ഒരു കാര്യം ചെയ്യ്, വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, നേരെ തിരിച്ച് കുഴിപ്പള്ളത്ത് പോകാൻ പറ. ഇങ്ങോട്ട് വന്നാൽ ഫുട്ബോൾ ഇട്ട് പോലെ അടിക്കും നോക്കിയോ. അമ്മ, അച്ഛൻ നല്ല കൊടും കലിപ്പിലാണ്. മിക്കവാറും ലച്ചേച്ചി വയറ് നിറച്ച് മേടിച്ച് കൂട്ടും. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, അച്ഛനെ വട്ടാണെന്ന്. ഇങ്ങനെയുള്ള കുട്ടമ്പളക്കാടി വട്ട് എനിക്ക് വട്ടാ. നീ എല്ലാവരും പറഞ്ഞു പറയണ്ട വട്ട് വട്ടെന്ന്. ഒരു ദിവസം വട്ടാവൂടി, എല്ലാം കൂടെ തൂക്കി പറഞ്ഞ് അടിക്കും നോക്കിയോ. ഒരു ദിവസം വട്ടാവും. അച്ഛന് വൈകിട്ട് തള്ള മോനെ കൂടെ പറഞ്ഞു അച്ഛന് വട്ടം എന്ത് പറഞ്ഞു? അത് ഒരു നല്ല കാര്യമാണ്. ഈ മീശ കാണിച്ചാണ് ഇവിടെയുള്ള എല്ലാവരും അവൻ വരട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ മീശ വീഴ്ത്ത് കളഞ്ഞ അവന്റെ അഹങ്കാരം കയറി. അച്ഛ ചുമ്മാ അച്ഛനൊന്നും കേൾക്കില്ല കേട്ടോ, അച്ഛൻ ഒന്നും കേൾക്കണ്ട. ചക്കര അച്ഛനല്ലേ? നോക്കിയോ, ചിരിച്ചോണ്ടില്ലേ? ഇന്ന് അച്ഛനും ലച്ചേച്ചും തമ്മിൽ നല്ല ഗണ്ട അടി എടുക്കുമ്പോ ചെന്ന് കയറി കൊടുക്കണം കേട്ടോ. അതിപ്പോ പുത്തിരിയൊന്നുമല്ലോ, ഇവിടെ എപ്പോഴും അടിയല്ലേ. ആരാണ് ഇവിടെ അടി വെക്കാത്ത? ഞാൻ മാത്രമേ ഉള്ളൂ അടി വെക്കാത്ത, ബാക്കി എല്ലാം കണക്കാ. എല്ലാത്തിനും വട്ടാണ്. പോടുന്നു. അമ്മ അടി ഉണ്ടാക്കാറില്ല? ഞാൻ അടിയാക്കണേ, നിന്റെ ഒക്കെ കൂടെ അടി ഉണ്ടാക്കാത്തവർ അടി ഉണ്ടാക്കോടെ. അയ്യോ, ഇത് കഴിക്കാനായിരിക്കും അല്ലേ? പിന്നല്ലാതെ. ഉപ്പും കുരുമുളകൊന്നും വേണ്ടേ? വേണ്ട.